ഭാരതത്തിന്റെ സുവർണകാലത്തിന് തുടക്കമാണ് നളന്ദയുടെ പുനഃസ്ഥാപനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അറിവിന്റെ ആമുഖമാകും പുതിയ സർവകലാശാലയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുനർനിർമ്മിച്ച നളന്ദ സർവകലാശാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, വളരെയധികം പ്രതീക്ഷയോടെയാണ് ഈ ഒരു ഉദ്ഘാടന ദിവസത്തിനായി എല്ലാവരും കാത്തിരുന്നത്. ആ ഒരു ദിവസം വന്നെത്തി, ഉദ്ഘാടനം നടന്നിരിക്കുന്നു. ഇനി എത്രത്തോളം ഒരു കാര്യം തന്നെയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? വിഷ്ണു, അല്പസമയം മുൻപാണ് ഈ മഹത്തായ സർവകലാശാല പുനർനിർമ്മിച്ച് അത് രാഷ്ട്രത്തിനായി പ്രധാന സേവകൻ സമർപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ സമർപ്പണ ചടങ്ങിന് ശേഷം സഭയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിച്ചു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഭാരതത്തിന്റെ ആ പഴയ സുവർണ കാലഘട്ടം, അതിന്റെ തുടക്കം കുറിക്കലാണ് നളന്ദ സർവകലാശാലയുടെ പുനർനിർമ്മാണം എന്ന നിർണായകമായ പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. ഭാരതത്തിന്റെ പഴയകാല സുവർണ കാലഘട്ടത്തിലേക്ക് രാഷ്ട്രം മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാടിന്റെ അറിവും സമ്പത്തും കരുത്തും അതിന്റെ കൃത്യമായ ആമുഖമായിരിക്കും പുതിയ സർവകലാശാല എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഒപ്പം വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യത്തുണ്ടായിട്ടുള്ള പുരോഗതികൾ, പുതിയ സർവകലാശാലകൾ സ്ഥാപിച്ചത്, ഇക്കാര്യമെല്ലാം ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ സർവകലാശാല സമർപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗം. എന്തായാലും രാവിലെ അദ്ദേഹം 10 മണിയോടെ ഇവിടെ എത്തി പഴയ നളന്ദ സർവകലാശാലയുടെ ബാക്കി പത്രമായി ശേഷിക്കുന്ന ആ പഴയ ശേഷിപ്പുകൾ അദ്ദേഹം നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് പുതിയ സർവകലാശാലയുടെ ഉദ്ഘാടന കർമ്മം പ്രധാനമന്ത്രി നിർവഹിച്ചത്. വിഷ്ണു, ഗൗതം, ഒരുപക്ഷെ ഈ ഒരു ഉദ്ഘാടന ദിനത്തോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമുക്കറിയാം 17 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, എംബസി പ്രതിനിധികളൊക്കെ തന്നെയും ഈ ഒരു ചടങ്ങിൽ എത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഭാരതത്തിനേക്കാളും അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഭാരതത്തിന്റെ ഈ ഒരു വിദ്യാഭ്യാസ സംസ്കാരം എന്നുള്ളത് കൂടുതൽ ശ്രദ്ധ നേടുകയല്ലേ? വിഷ്ണു, നേരത്തെ തന്നെ കിഴക്കനേഷ്യൻ രാജ്യങ്ങളുടെ ഉച്ചകോടിയിലാണ് നളന്ദ സർവകലാശാല പുനർനിർമ്മിക്കണം, ഒരു പുതിയ ക്യാമ്പസ് സ്ഥാപിക്കണമെന്ന ആവശ്യമുണ്ടായത്. കാരണം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ചരിത്രകാരന്മാർ നളന്ദയിൽ എത്തുകയും പഴയ സർവകലാശാല രാഷ്ട്രത്തിന് സമർപ്പിച്ചിട്ടുള്ള അറിവിനെ പറ്റി കൃത്യമായ ധാരണകൾ അവരിൽ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ കിഴക്കനേഷ്യൻ രാജ്യങ്ങളുടെ ഉച്ചകോടിയിലാണ് 2010 ഈ പുതിയ സർവകലാശാല പഴയ സർവകലാശാലയ്ക്ക് സമീപം സ്ഥാപിക്കണമെന്ന വികാരം ഉണ്ടാകുന്നത്. അതിന് ഭാരതം അതിന്റെ നേതൃത്വം ഏറ്റെടുക്കണം എന്ന വികാരവും കിഴക്കനേഷ്യൻ രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയിൽ രൂപപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇതിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും വളരെ വേഗത്തിൽ തന്നെ നളന്ദയിൽ പുതിയ സർവകലാശാല നിർമ്മിക്കണം എന്ന പ്രഖ്യാപനം നടത്തി. അദ്ദേഹം അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് നൽകി. വിദ്യാഭ്യാസ വകുപ്പിന്റെയും ബീഹാർ സർക്കാരിന്റെയും ഇനിഷ്യേറ്റീവിലാണ് ഇപ്പോൾ ഈ പുതിയ സർവകലാശാല നിർമ്മിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത അറിവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീകമായി ഉയർത്തക്കാട്ടപ്പെടുന്ന ഒന്നാണ് നളന്ദ സർവകലാശാല. പിന്നീട് അധിനിവേശ ശക്തികളുടെ ആക്രമണത്തിലാണ് ഈ സർവകലാശാലയും അവിടെ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങളും ഒക്കെ നശിച്ചു പോയത്. അതെല്ലാം ചരിത്രമാണ്. എന്തായാലും ആ പുതിയ സർവകലാശാല നിർമ്മിക്കുന്നതിലൂടെ ഭാരതം അതിന്റെ സുവർണ കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന്റെ സന്ദേശം കൂടിയാണ് നൽകുന്നത്. വിഷ്ണു, വ്യക്തമാണ്. ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.